ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാമധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമക്കൾക്ക് വേണ്ടി ദൈവമാതാവ് പ്രത്യേകമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ ആരാധന മണിക്കൂറിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മളെ വിഷമിപ്പിക്കുന്ന പാപങ്ങളും ഭാരങ്ങളും എല്ലാം നമുക്ക് ഈ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ കവാടം അച്ഛനിലൂടെ ഞങ്ങൾക്ക് തുറന്നു കിട്ടുവാനും അത് കേൾക്കുന്ന ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെയും ഹൃദയത്തെയും കർണപിടങ്ങളേക്ക് ജ്വലിപ്പിച്ച് ഞങ്ങളെയും പുതു സൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്കും ഓരോരോ ജീവിത സാഹചര്യങ്ങളിലേക്കും ദിവ്യകാരുണ്യ നാഥനെ ക്ഷണിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഈ അൾത്താരയിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങൾ ഉയർത്തി ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഈശോയേ, അങ്ങയുടെ ശക്തി ഈ ആലയത്തിൽ ഈ സമയം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ ശുശ്രൂഷകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും
നിമിഷമേ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന. കരങ്ങൾ വീശിക്കൊണ്ട് ദൈവസ്നേഹത്തോടെ ഇടയരെ ആരാധന. ഇസ്രായേലിൻ രാജനെ ആരാധന. ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി
തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഇന്നേ ദിവസത്തിന് ആവശ്യമായ വചനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസത്തിന് ആവശ്യമായ അഭിഷേകം നൽകി ഞങ്ങളെ ആരാധിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം പ്രകടമാക്കണമേ. പരിശുദ്ധാമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഉച്ചത്തിൽ പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദിവ്യകാരുണ്യനാഥനായ ദൈവമേ, അങ്ങയുടെ ദിവ്യകാരുണ്യ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ, ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥതയോടും ദൈവസ്നേഹത്തോടും നിലനിൽക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഇന്നിവിടെ ആയിരുന്ന് കൂടുന്നവരും ഓൺലൈനിൽ കൂടാനിരിക്കുന്നവരെല്ലാവരേക്കും ദൈവാനുഭവത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ ലഭിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ, സാന്ത്വനം ലഭിക്കുവാൻ, അഭിഷേകം ലഭിക്കുവാൻ കർത്താവേ, ദിവ്യകാരുണ്യനാഥനായ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴലിയിരിക്കും,
ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിക്കുന്നു ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. കൈകളുയർത്തി പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്നു ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും ബലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും ബലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. ഉയർത്തി പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം പിതാവേ, നന്ദി പിതാവേ, ആരാധന പിതാവേ, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എൻ്റെ മക്കളെ കൈ നെഞ്ചത്ത് വെക്കുക. നീ എവിടെയാണ് നിൽക്കണമെന്ന് ഓർക്കുക. അമ്മ പ്രത്യക്ഷപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അംഗീകരിച്ച സമയഘടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നാളത്തെ കാലങ്ങളിൽ 10,000കണക്കിന് തലമുറകൾ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന. ഭാഗ്യവാന്മാരാണ് നമ്മൾ. ദൈവം ഈ ജനതയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ചെയ്യാവുന്ന മഹാകാര്യങ്ങൾ, അതിൻ്റെ ആദ്യ പാഠങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഉടമ്പടിയുടെ ഭാഗമാക്കിയ ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിന്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് മാറ്റുകയാണ്. നീ ഇടത് നെഞ്ചിൽ കൈവെക്കണം, വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം, ഇടത് കൈ കൊണ്ട് നീ നിൻ്റെ ശിരസിൽ കൈവെക്കണം. ഉച്ചമുതൽ ഉള്ളംകാല് വരെ നീ കർത്താവിനെ സമർപ്പിക്കണം. അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, പീഡകൾ, ഞെരുക്കങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അതിൻ്റെ കെടുതികൾ, സിസ്റ്റുകൾ,
മൊത്തത്തിൽ കല്ലുകൾ, പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ, പഴുപ്പുകൾ, ക്യാൻസർ രോഗങ്ങൾ, പല സ്റ്റേജുകൾ, ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ, ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിന്നെ കാണിക്കുന്ന അതുല്യ വെളിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോ അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ, ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ ശക്തിയാൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും ആന്തരിക രോഗങ്ങൾ, ബാഹ്യ രോഗങ്ങൾ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി, വീട്, വിവാഹം, ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, യാത്ര, സാമ്പത്തിക മേഖലകൾ, കേസുകൾ, ജയിലുകൾ, യാത്രകൾ, തിരികെ വരുന്ന അവസ്ഥ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വിവാഹം തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയ ശക്തി, മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ സഹായം ലഭിക്കുന്ന വലിയ സമയമാണ്. കർത്താവേ, സ്തുതിക്കട്ടെ. സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത ക്ലേശങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ, ഞങ്ങളെ സാക്ഷികളാക്കി ദൈവ സ്നേഹത്തായി നിറയ്ക്കണമേ. എല്ലാവരും മുട്ടേന്തിക്കുക. അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മാസങ്ങളായി നടക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധയുടെ മാധ്യശിക്ഷയ്ക്ക് സമർപ്പിക്കുക. ഡേറ്റുകളെ സമർപ്പിക്കുക. നമ്മൾ വീണ്ടും ഈ ആരാധന കൂടുന്നവരെയുള്ള ഒരാഴ്ച മുഴുവനും പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്രസവത്തെ ഡേറ്റ്, ഓപ്പറേഷൻ്റെ ഡേറ്റ് സമർപ്പിക്കുക. വസ്തു വിൽപ്പനയുടെ ഡേറ്റ്, ജപ്തിയുടെ ഡേറ്റ്, പരീക്ഷ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്, വിസ പ്രോസസ്സിംഗ് ഡേറ്റ്, കയറി പോകേണ്ട ഡേറ്റ്, തിരിച്ചു വരേണ്ട ഡേറ്റ്, സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ്, എല്ലാം, വീട്ടു പൊറുതിയുടെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോ തീയതികൾ, നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ തീയതികളിൽ, നിന്നെ സങ്കടപ്പെടുന്ന തീയതികൾ കർത്താവിന് സമർപ്പിക്കട്ടെ. സമയത്തിനും അധികാരിയായ സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തിക്കൊണ്ട് നിന്നെ സമയത്തിനും അധികാരം സ്ഥാപിച്ചുകൊണ്ട് നിന്നെ സംരക്ഷിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാ
നൽകണമേ, സൗഖ്യം നൽകണമേ. ധ്യാനം ഇന്ന് എല്ലാവരും ഈ ധ്യാനം വീണ്ടും കേൾക്കണം. ഇത് ഓൺലൈനിൽ ദൈവം തരുന്ന ധ്യാനമല്ലേ, ഇത് വീണ്ടും കേൾക്കണം. കേൾക്കുക മാത്രമല്ല, ഷെയർ ചെയ്യണം. ബഹുമാനപ്പെട്ട ജീന സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഒരു സംഭവം അവതരിപ്പിച്ചു. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാർ ഉടമ്പടിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനം ഒരു ദിവസം, ഒരു ആഴ്ച ധ്യാനം നിങ്ങൾ കൂടിയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമല്ല. അതറിയണം. ഉടമ്പടി 2 കൊല്ലമായിട്ട് ധ്യാനം കൂടെ, കാര്യം അവരോട് പറഞ്ഞില്ലെന്നാണ് അവർ പറയണത് ആരും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യണം, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം, സാക്ഷ്യവും ഷെയർ ചെയ്യണം. ദൈവത്തിന് തോന്നണം നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെന്ന്. അങ്ങനെ തോന്നിയ പ്രേക്ഷിത ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആത്മനിക്ഷേപം എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടെങ്കിലേ പിന്നെ നമുക്ക് വേറെ അതാണ് നമ്മുടെ കോൺഫിഡൻസ് ആയിരുന്നു കവനൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തെ ലക്ഷ്യമാക്കി ശത്രുക്കളെ പാദപീഠമാക്കുവോളം കർത്താവിൻ്റെ വലതുവശത്തിരുന്നു കൊണ്ട് ഈശോയെ സമയം ചുരുക്കി ഞങ്ങളെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ, ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മറിയ, ആവേ ആവേ ആവേ